ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, ഇന്ന് കൈത്താക്കാലം രണ്ടാമത്തെ ഞായറിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. തിരുസഭയിലെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാലമാണ് കൈത്താക്കാലം. കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം വേനൽ എന്നാണ്. എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? സ്ലീഹന്മാരിലൂടെ വിതയ്ക്കപ്പെട്ട വചനത്തിന്റെ വിത്തുകളുടെ വിളവെടുക്കുന്ന കാലമാണ് കൈത്താക്കാലം. അതേ പ്രിയമുള്ളവരെ, കൈത്താക്കാലത്തിന്റെ ആദ്യ ഞായറിൽ നിന്ന് രണ്ടാമത്തെ ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്ന് ഈ ആഴ്ചയിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ അന്വേഷിക്കുന്ന പല ആത്മീയ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒളിച്ചു വെച്ചിരിക്കുന്നത് ഈ വചനഭാഗത്തിലാണ്. നമുക്കൊക്കെ പരിചിതമായ ധൂർത്തപുത്രന്റെ ഉപമ. നമുക്കറിയാം, കഥാപാത്രങ്ങൾ വ്യക്തമാണ്. ധൂർത്തപുത്രൻ, അപ്പൻ, നല്ല സ്നേഹിതനായ അപ്പൻ, മൂത്തപുത്രൻ. ഈ 3 കഥാപാത്രങ്ങളിലൂടെ ക്രിസ്തു പറയുന്ന സുവിശേഷത്തിന്റെ സാരാംശം ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് സുവ്യക്തമാണ്. എന്താണ് ഈ വചനഭാഗം ഇന്ന് നമ്മളോടായി പറയുന്നത്? 2 സന്ദേശങ്ങളാണ് ഈ വചനഭാഗത്തിലൂടെ, ധ്യാനത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. ഒന്നാമതായി, ധൂർത്തപുത്രൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ, പിതാവായ അപ്പന്റെ സ്നേഹം മനസ്സിലാകാതെ യാത്ര തിരിക്കുന്ന കാഴ്ച. അതേ പ്രിയമുള്ളവരെ, വിശ്വാസം എന്നത് ഉപേക്ഷിക്കുന്ന പുത്രനെയാണ്, ധൂർത്തപുത്രനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പിതാവിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന പുത്രൻ ദൂരദേശത്തേക്ക് പോകുന്നു. ലഭിച്ച സമ്പത്തും സ്വത്തുമെല്ലാം കൂട്ടിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്ന പുത്രൻ. വിശ്വാസം പിതാവിൽ നഷ്ടപ്പെടുമ്പോൾ പുത്രന്റെ യാത്രയാകുന്ന കാഴ്ച. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മളും ഇതേപോലെ തന്നെയല്ലേ? പിതാവായ ദൈവത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ദൈവാലയങ്ങളിൽ നിന്ന്, നമുക്ക് ആത്മീയമായിട്ട് വളരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ ദൂരദേശത്തേക്ക് യാത്ര പോവുകയാണ്. ഒരുപക്ഷെ ഈ യാത്ര ഭൗതികമായ യാത്രയാകണമെന്നില്ല. ആത്മീയ യാത്രയിൽ നിന്ന് ആകാം ഒരുപക്ഷെ നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഞാനിടെ പരിചയപ്പെട്ട ഒരു യുവാവിന്റെ ജീവിതം. അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരു യുവജന ധ്യാനത്തിൽ വെച്ചാണ് ഈ യുവാവിനെ ഞാൻ കണ്ടുമുട്ടിയത്. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ജീവിതം കെട്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു. വിശുദ്ധ ബലിപീഠമായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ആശ്രയവും. പക്ഷേ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉടലെടുക്കുന്നു. അദ്ദേഹം പള്ളിയിൽ നിന്നകന്നു, വിശുദ്ധ കുർബാനയിൽ നിന്നകന്നു, വിശുദ്ധ ജീവിതത്തിൽ നിന്നകന്നു. പിന്നീട് പള്ളിയുമായി ബന്ധമില്ലാത്ത 2 വർഷങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അലഞ്ഞ് യാത്ര ചെയ്ത ഈ മനുഷ്യൻ പിന്നീട് ഒരിക്കൽ ഒരു കുമ്പസാരക്കൂടിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു വൈദികനാൽ കുമ്പസാരക്കൂടിനെ ആശ്ലേഷിച്ചപ്പോൾ ഇദ്ദേഹം പിന്നീട് തിരുസഭയിലേക്കും വിശുദ്ധ കൂദാശകളിലേക്കും തിരിച്ചു വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടുമുട്ടുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ 2 വർഷങ്ങളായിരുന്നു കടന്നുപോയത്. അതേ പ്രിയമുള്ളവരെ, ധൂർത്തപുത്രൻ പിതാവായ ദൈവത്തിൽ വിശ്വാസം നഷ്ടമില്ലാതെ നഷ്ടപ്പെടുത്തിയ ദിവസങ്ങളിൽ നിന്നും വർഷങ്ങളിൽ നിന്നും അവൻ തിരിച്ചു വരാൻ ഉദ്യമിക്കുന്ന ഒരു ധ്യാനമാണ് ഇന്ന് നടത്തുന്നത്. ഈ കാലഘട്ടത്തിലും ഒന്നാമത്തെ ധ്യാന ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന, അത് വലിയൊരു അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസം എന്നത് നിരന്തരം അനുദിനം ജീവിക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ വെല്ലുവിളി എന്താണ്? പിതാവായ ദൈവത്തിൽ നിന്ന് അകലാനുള്ള എല്ലാ സാധ്യതയും സാഹചര്യവും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴും ദൈവത്തെ ചേർത്ത് പിടിക്കാൻ, ദൈവത്തെ മുറുകെ പിടിക്കാനുള്ള ഒരു മനസ്സിന്റെ സന്നദ്ധതയാണ് നമ്മൾ പ്രകടമാക്കേണ്ടത്. ധൂർത്തപുത്രൻ പിതാവായ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, നല്ല സ്നേഹിതനായ അപ്പൻ ഉപേക്ഷിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അവന്റെ മനസ്സിൽ ദൂരദേശങ്ങളിലെ മായ കാഴ്ചകളായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ മായ കാഴ്ചകളൊന്നും അവന്റെ മനസ്സിന് സന്തോഷം നൽകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ മടങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ ഒന്നാമത്തെ ധ്യാന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ പേറാം. പിതാവായ അപ്പന്റെ സ്നേഹം ഉപേക്ഷിച്ച് യാത്ര ചെയ്ത, വിശ്വാസം ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമുക്ക് ധ്യാന വിഷയമാക്കാം. ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താത്ത അത്തരം ജീവിതങ്ങളെ ഒരു പ്രാർത്ഥനയ്ക്ക് വിധേയമാക്കാം.
സങ്കീർത്തനങ്ങൾ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. വചനം പറയുകയാണ്, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. വിശ്വാസം എന്നത് ഒരു ആനന്ദമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിശ്വാസത്തെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ്. അതെ, ഈ ആനന്ദം ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തലിലൂടെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോൾ ഈ ആനന്ദത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു. ലോകത്തിന്റെ മായക്കാഴ്ചകളിലൊന്നും ഈ ആനന്ദമില്ല, ദൈവത്തിലാണ് ഈ ആനന്ദം എന്നത് നമുക്കൊരു ധ്യാന വിഷയമാക്കാം. രണ്ടാമതായി ഈ ധൂർത്തപുത്രന്റെ വരവാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇതൊരു സിനിമയാണെങ്കിൽ പുത്രനായ ധൂർത്തപുത്രൻ കടന്നു വരുമ്പോൾ പിതാവായ നല്ല അപ്പൻ ആശ്ലേഷിക്കുന്ന കാഴ്ച. വിശ്വാസം ഉപേക്ഷിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്നും കുമ്പസാരക്കൂടിൽ നിന്നും അകലുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുമ്പസാരക്കൂടും വിശുദ്ധ കുർബാനയും ഒരു അപ്പന്റെ പോലെ, ഒരു അപ്പന്റെ സ്നേഹം നമുക്ക് നൽകാനെന്ന പോലെ ആശ്ലേഷിക്കാൻ കൊതിയോടുകൂടെ നമ്മളെ കാത്തിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ആത്മീയ ജീവിതം കെട്ടപ്പെടുക്കുവാൻ ഈ ധൂർത്തപുത്രന്റെ തിരിച്ചുവരവ് എന്ന ധ്യാനം നമ്മെ ഒരുപാട് സഹായിക്കും. ഓർക്കുകയാണ്, ഗ്ലാഡിയസ് സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒറീസയിലെ മിഷണറി ആയിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ മത തീവ്രവാദികൾ സ്വന്തം കാറിൽ വിശ്രമിക്കുന്ന സമയത്ത് ചുട്ടുകൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്ലാഡിയസ് ഭാര്യയോട് ചോദിച്ചു, സ്വന്തം ഭർത്താവിനെ കൊന്നവരോട് നിനക്ക് പകയില്ലേ? സ്വന്തം ഭർത്താവിനെ കൊന്നവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ആ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവിനെ കൊന്നവരോട് എനിക്ക് പകയില്ല, എന്റെ ഭർത്താവിനെ വേദനിപ്പിച്ചവരോട് എനിക്ക് പകയില്ല. എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ അവരോട് ക്ഷമിക്കുമ്പോൾ, ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും വിട്ടുകൊടുക്കുമ്പോൾ അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാനസാന്തരമാണ്. എങ്കിൽ ധൂർത്തപുത്രന്റെ തിരിച്ചുവരവിൽ സ്വർഗം ആഗ്രഹിച്ചത് മാനസാന്തരമാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് മാനസാന്തരമാണെങ്കിൽ, ഈ മാനസാന്തരത്തിന്റെ അനുഭവത്തിനായി സ്വർഗം ഇരുകരം നീട്ടി കാത്തിരിക്കുകയാണ്. വിശുദ്ധ കുമ്പസാരക്കൂടും വിശുദ്ധ കുർബാനയും നമ്മളെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന, വെമ്പി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ കുമ്പസാരക്കൂടിനെയും വിശുദ്ധ കുർബാനയെയും ആശ്ലേഷിക്കുവാൻ ഇനിയും വൈകരുത്. രണ്ട് നല്ല സന്ദേശങ്ങൾ. വിശ്വാസം എന്നും നിലനിർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നഷ്ടപ്പെടുന്ന വിശ്വാസത്തിന്റെ ഈ കാലഘട്ടത്തിൽ കുമ്പസാരക്കൂടിനെയും വിശുദ്ധ കുർബാനയുമാകുന്ന നല്ല അപ്പന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാം. ധൂർത്തപുത്രനും സ്നേഹിതനായ അപ്പനും മൂത്തപുത്രനും നമ്മുടെ മുൻപിൽ ചോദ്യചിഹ്നങ്ങളായി മാറാതെ ഉത്തരം നൽകുന്ന വലിയ യാഥാർത്ഥ്യങ്ങളായി മാറട്ടെ. കൈത്താ കാലഘട്ടത്തിലെ ഈ 2-ാം ഞായറിൽ ആത്മീയ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം ലഭിക്കട്ടെ. ക്രിസ്തു യഥാർത്ഥ സ്നേഹിതനായി മാറി ആത്മീയമായി വളർച്ച ലഭിക്കുന്ന ഒരു വലിയ അവസ്ഥാവിശേഷത്തിലേക്ക് ആത്മീയ ജീവിതം പടുത്തുയർത്താൻ ക്രിസ്തു നമ്മെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.